അത് നിങ്ങൾ ഇവിടെ കണ്ടെന്ന് എനിക്കറിയില്ല. അങ്ങനെ വരത്തില്ല. KSRTC എന്ത് കൊടുത്തു എന്നുള്ള ചോദ്യം മാത്രമേ ഉള്ളൂ. ഒരു കാരണത്തിന് ബില്ല് എഴുതി തരും. അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്നല്ല. നിങ്ങൾ KSRTCയുടെ കണക്കുണ്ടോ? KSRTC വിവരാവകാശ രേഖയുണ്ട്. KSRTC ആ സ്പ്രിംഗ് പ്ലേറ്റുള്ള ബില്ല് കാണിക്കും. ബില്ല് കാണിക്കും. നിങ്ങൾ KSRTCയുടെ ബില്ല് കാണിക്കണം. നിങ്ങൾ അങ്ങനെ തർക്കിച്ചിട്ട് കാര്യമില്ല. KSRTCയുടെ ബില്ല് കാണിക്കും. KSRTC ഈ വിലയ്ക്ക് വണ്ടി വാങ്ങിയിട്ടില്ല. ഈ പരിവാഹൻ സൈറ്റിൽ നിന്ന് അടുത്ത് വാർത്തയെന്ന് ഇപ്പോഴാണ് നിങ്ങൾ പറയുന്നത്. വേറെ പരിവാഹൻ സൈറ്റിൽ നിന്നാണ് കിട്ടിയത് നിങ്ങൾ ഇപ്പോൾ പറയുന്നത്. KSRTCയുടെ രേഖയായിട്ടാണ് പ്രസിദ്ധീകരിച്ചത്. ഇത് കൊണ്ട് കാണിച്ചിരിക്കുന്നത് KSRTCയുടെ രേഖയായിട്ടാണ് ഇത് കാണിച്ചിരിക്കുന്നത്. പരിവാഹൻ സൈറ്റിലാണത്. ഇത് പരിവാഹൻ സൈറ്റിന്റെ പ്രിന്റ് ഔട്ടാണ്. ഇത് പരിവാഹൻ സൈറ്റിന്റെ പ്രിന്റ് ഔട്ടാണ്. KSRTC ആ വിലയ്ക്കല്ല കുറഞ്ഞ വിലയ്ക്ക് കിട്ടിയെന്ന് ബില്ല് കാണിക്കുമ്പോൾ നിങ്ങളൊക്കെ അതെന്തോ 4 അങ്ങനെ ഒരു വിലയ്ക്ക് വണ്ടി വാങ്ങിച്ചിട്ടില്ല സാർ. അങ്ങനെ വിലയ്ക്ക് KSRTC വണ്ടി വാങ്ങിച്ചിട്ട് അതെങ്ങനെ നിങ്ങൾ ആലോചിക്കണം. അവരോട് KSRTC ഈ വിലയ്ക്ക് വണ്ടി വാങ്ങിച്ചിട്ടില്ല. KSRTC ഈ വിലയ്ക്ക് വണ്ടി വാങ്ങിച്ചിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. CBI വേണമെങ്കിൽ അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? പരിവാഹൻ സൈറ്റിലാണ് നിങ്ങൾ കണ്ടതെങ്കിൽ അത് കേന്ദ്ര ഗവൺമെൻറ് നിയന്ത്രണത്തിലുള്ളതാണ്. അവിടെ അന്വേഷിക്കാം. KSRTC അല്ല ഡീലറെ. അത് ഡീലറോട് ചോദിക്കും. KSRTCക്ക് തന്ന ബില്ല് മന്ത്രിയാണോ വണ്ടി വാങ്ങിക്കുന്നത്? അല്ലല്ലോ. അതും ചോദിക്കാമല്ലോ. മന്ത്രി അല്ലല്ലോ വണ്ടി വാങ്ങിക്കുന്നത്. മന്ത്രി പറയുന്ന വെച്ചാൽ മന്ത്രിയാണ് അപമാനിക്കുന്നത്. നിങ്ങൾ മന്ത്രിയാണ് അപമാനിക്കുന്നത്. അതാണ് നിങ്ങളുടെ വാർത്തയെ പിന്തുടർന്ന് നിങ്ങൾ മാത്രം മാതൃഭൂമി മാത്രം കൊടുത്തൊരു വാർത്തയെ പിന്തുടർന്ന് കുറേ സോഷ്യൽ മീഡിയക്കാർ മന്ത്രിയാണ് അപമാനിക്കുന്നത്. അപ്പം മന്ത്രി അല്ലെന്ന് പറഞ്ഞില്ലല്ലോ. ഈ മന്ത്രി ഇതിനകത്ത് പങ്കില്ല. അത് പറയാത്തത് ഇപ്പോഴത്തെ മന്ത്രിയോട് ചോദിച്ചാൽ ഞങ്ങൾ ഇപ്പോഴത്തെ മന്ത്രിയോട് ചോദിച്ചാൽ അദ്ദേഹം എന്താണെന്ന് എനിക്കറിയത്തില്ല. കാരണം മന്ത്രിക്ക് ഇതിൽ പങ്ക് വരത്തില്ല. ഇപ്പോഴത്തെ മന്ത്രിക്ക് അറിയാം. കാരണം വണ്ടി വാങ്ങുന്നതിൽ പരിവാഹൻ സൈറ്റിലുള്ള അത് പറയണം. പരിവാഹൻ സൈറ്റിൽ നിങ്ങൾ വാർത്തയിൽ എവിടെയെങ്കിലും പരിവാഹൻ സൈറ്റിൽ ഇങ്ങനെ കണ്ടു എന്ന് പറയുന്നുണ്ട്. അല്ല, ഇത് KSRTCയുടെ രേഖ ഉണ്ടാവും. കാരണം KSRTCയിൽ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ KSRTCയാണ് പൈസ കൊടുക്കുന്നത്. മോട്ടോർ വാഹന വകുപ്പ് KSRTC പൈസ കൊടുത്തത് മാത്രം KSRTC പൈസ കൊടുത്താലും പറഞ്ഞു. ഞാൻ KSRTCയുടെ മന്ത്രിയായിരുന്നു. മോട്ടോർ വാഹന വകുപ്പുകളിൽ വണ്ടി വാങ്ങിച്ചു. KSRTCയാണ് വാങ്ങിച്ചത്. KSRTCയുടെ CMDയുടെ ഉത്തരവാദിത്തത്തിൽ KSRTCയാണ് വണ്ടി വാങ്ങിച്ചത്. അതിൽ ക്രമക്കേടുണ്ടോന്ന് ചോദിച്ചു. കൊണ്ടുപോകാം. അത് പ്രസിദ്ധീകരിക്കും. അപ്പം അതിൻ്റെ മറുപടി അത് പ്രസിദ്ധീകരിക്കും. അതിൻ്റെ മറുപടി പറയാം. KSRTC ഈ പറയുന്ന 29 ലക്ഷം രൂപയ്ക്ക് വണ്ടി വാങ്ങിച്ചതിൻ്റെ രേഖയുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ വിജിലൻസ് വേണ്ട. കാരണം ഇന്ത്യയിലെ മുഴുവൻ കമ്പനിയല്ലേ. CBIക്ക് ഇവിടെ അന്വേഷിക്കും. ഞാൻ നേരിടാം. ഞാൻ KSRTC ജീവനക്കാരൻ നേരിടും. KSRTC ഉദ്യോഗസ്ഥ KSRTCയുടെ വിവരാവകാശ രേഖയുണ്ടോ? KSRTC വിവരാവകാശ പ്രകാരം തിരിച്ച രേഖയുണ്ടോ? ഞാൻ അവിടെ സൈറ്റിൽ കയറിയപ്പോൾ അത് കണ്ടു ഇത് കണ്ടു എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും വാഹന സൈറ്റിൽ തെറ്റായിട്ടാണ് കിടക്കുന്നത്. അത് ശരിയാണോന്നില്ല. നിങ്ങളുടെ KSRTC ഓഫീസിൽ നിന്നും CMDയുടെ ഓഫീസിൽ നിന്ന് ഈ പർച്ചേസിനെ സംബന്ധിച്ച് വിവരാവകാശ രേഖയുണ്ടോ? പരിവാഹൻ സൈറ്റ് എല്ലാ വിവരം കറക്റ്റൊന്നുമല്ല. മാതൃഭൂമി എൻ്റെ ഇൻ്റർവ്യൂ എടുക്കാൻ ഒരു വണ്ടി അല്ല, ഏഷ്യാനെറ്റ് എൻ്റെ ഇൻ്റർവ്യൂ എടുക്കാൻ ബൈക്ക് കൊണ്ടുവന്നു. ആ ബൈക്കിന് 150 ഫൈൻ അടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് ശരിയായ രേഖ. അത് ഏഷ്യാനെറ്റിൻ്റെ ലേഖകൻ എന്നെ വന്ന് എൻ്റെ ഇലക്ഷൻ സമയത്തൊരു ഇൻ്റർവ്യൂ എടുത്തു ബൈക്കിൽ കയറി. അപ്പോൾ മന്ത്രി ഓടിച്ച ബൈക്ക് 24 ഡൽഹിയിൽ നിന്ന് വന്നൊരു ലേഖകൻ്റെ. അപ്പോൾ അത് കറക്റ്റാണോ? ബില്ല് നിങ്ങൾ ചോദിച്ചാൽ കിട്ടൂല. ആര് വിളിച്ചാലും കിട്ടും. ഞാൻ ബില്ലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ബില്ലിൻ്റെ KSRTC കിട്ടിയ അങ്ങനെ തർക്കിക്കണ്ട. KSRTC കിട്ടിയ വിലയും KSRTC കൊടുത്ത വിലയും അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് കിട്ടിയ എവിടെ നിന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ആർക്കും പറയാമല്ലോ. ഞാൻ അറിഞ്ഞു. പബ്ലിക് ഡോക്യുമെന്റ്. ഇത് പബ്ലിക് ഡോക്യുമെന്റ് ആണ്. ഇത് പബ്ലിക് ഡോക്യുമെന്റ്. അല്ല, അതൊന്നും നടക്കത്തില്ല. KSRTC ടെൻഡർ അനിയാ പറയുന്നത്. KSRTC ടെൻഡർ വിളിക്കുന്നു. ആ ടെൻഡറിൽ പറഞ്ഞ എമൗണ്ട് ഫിക്സ് ചെയ്യുന്നു. ടെൻഡർ ഫിക്സ് ചെയ്ത് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ആ വിലയ്ക്ക് കിട്ടും. ഒരുമിച്ച് ഓർഡർ കൊടുക്കാത്തതുകൊണ്ട് രണ്ടാമത് GSTയിൽ വന്ന കുറവുണ്ട്. ഇല്ല, അങ്ങനെ വരത്തില്ല. അത് വരെ GST വന്നപ്പോൾ വില KSRTCയുടെ പല രേഖ
കൊടുത്ത് വാങ്ങിയ വണ്ടികൾക്ക് അതിന്റെ ബേസ് പ്രൈസിൽ പലതാണ് കാണുന്നത്. KSRTC ഒരു ടെൻഡറേ ഉള്ളൂ. ഇത്ര രൂപയ്ക്ക് വണ്ടി തരാമെന്ന് പറയാം. GST കുറവ് ഗുണം കിട്ടി. 3 കോടി രൂപ ലാഭം കിട്ടി. അതൊന്നുമില്ല. വണ്ടി അവരവിടെ ഡെലിവറി നടത്ത ബില്ല് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ചേസസ് എടുത്ത് ബോഡി ചെയ്യുന്നത് അവർ തന്നെയാണ്. അപ്പം ബോഡി കൊടുക്കുന്ന സ്ഥലത്തേക്ക് അവർ കൊടുക്കുന്ന പ്രൈസാണ് വരുന്നത്. അത് വലിയ വേരിയേഷൻ വന്നാലും നമുക്ക് അൾട്ടിമേറ്റ്ലി വലിയ വേരിയേഷൻ വരും. കാരണം ഇത്ര രൂപയ്ക്ക് 23 ലക്ഷം രൂപയ്ക്ക് വണ്ടി തരാമെന്ന് പറഞ്ഞാൽ KSRTC 21 ലക്ഷം വണ്ടി തരും. അതറിഞ്ഞൂടാ, അത് ഞാൻ കണ്ടില്ല. പരിവാഹനെ കുറിച്ച് ഇപ്പോഴല്ലേ പറയും. നിങ്ങളെല്ലാവരും ഇപ്പോഴല്ലേ അറിയും, നമ്മളെല്ലാവരും ഇപ്പോഴും അറിയുന്നത്. പരിവാഹനിൽ അവർ കണ്ടു എന്ന് പറയുന്നതല്ല, ഞാൻ നോക്കിയിട്ടില്ല. കാരണം എനിക്ക് KSRTCയുടെ ഡേറ്റ മാത്രമേ അറിയൂ. KSRTC എന്ത് വിലയ്ക്കാണ് കൊടുത്തതെന്ന് ചോദിച്ചു, അവർ കറക്റ്റായിട്ട് പറഞ്ഞു. പിന്നെ ഇതിന് കമ്മീഷൻ അടിച്ച് ജീവിക്കേണ്ട ഗതിയൊന്നും എനിക്കില്ല, അതിനെപ്പറ്റി പറയും. ഞാൻ കാറ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ പണം കൊടുത്ത് വാങ്ങിച്ചാണ്, ഞാൻ ലോൺ എടുത്ത് വാങ്ങിച്ചത്. പരിവാഹൻ എന്ന വാർത്തയിൽ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അന്വേഷിച്ചേക്കും. തീർച്ചയായിട്ടും അത് പഠിക്കാം. കാരണം പരിവാഹനിൽ എന്താ വരാൻ കാരണം ഞാൻ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥരോട് സംസാരിക്കാം, ട്രാൻസ്പോർട്ട് കമ്മീഷനോട് സംസാരിക്കാം. എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്ന് പരിശോധിക്കണം. പക്ഷേ ബില്ലില്ലാത്തൊരു കാര്യം എങ്ങനെ വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഓരോ ദിവസം ഓരോ വിലയൊന്നുമല്ല, അതൊക്കെ വെറുതെ പറയും. കാരണം വണ്ടി ബില്ല് എഴുതുമ്പോൾ ഒരു പല വിലയ്ക്ക് എഴുതും. പക്ഷേ ഫൈനലി 24 ലക്ഷം രൂപയ്ക്ക് വണ്ടി തരാമെന്ന് പറഞ്ഞാൽ ആ വിലയ്ക്ക് KSRTC ആ വില KSRTC കൊടുക്കും. അത് കൂടുതൽ കൊടുക്കില്ല. കാരണം KSRTCയുടെ വണ്ടി പർച്ചേസ് തീരുമാനിക്കുന്നത് ഡയറക്ടറോടാണ്. അത് ഇത്രയും ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവർ പരിശോധിച്ചതിന് ശേഷം മാത്രമേ അജണ്ടയിൽ വെച്ചുകൊണ്ടാണ്, അല്ല ഔട്ട്സൈഡ് ആയതിനും പറ്റില്ല. ധനകാര്യ വകുപ്പിലെ ഉദ്യോഗസ്ഥരും അതിനകത്ത് കൊടുക്കും. അവർ പരിശോധിച്ചതിന് ശേഷം മാത്രമേ അത് ഓർഡർ കൊടുക്കൂ. 50 വണ്ടി വാങ്ങാൻ തീരുമാനിച്ചാൽ KSRTC ഡയറക്ടർ ബോർഡിൻ്റെ തീരുമാനം വേണം 50 വണ്ടി വാങ്ങാൻ. അതെടുത്തിട്ട് ചെയ്തു. അല്ല അതെന്താണെന്ന് പരിശോധിക്കണം. കാരണം പരിവാഹനം ഞങ്ങൾ കയറി നോക്കാറില്ല. കാരണം നമ്മളാരും പരിവാഹനം കയറി നോക്കാറില്ല. പരിവാഹനം കയറി നോക്കിയാൽ നിനക്ക് മോട്ടോർ സൈക്കിളിന് മന്ത്രി കയറിയ വണ്ടിക്കകത്ത് 100 ഫൈൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? അപ്പം നിങ്ങളൊരു സുഹൃത്തിൻ്റെ വണ്ടി കയറുന്നതിന് അത് കയറി നോക്കാൻ പറ്റും. അത് പരിവാഹനമൊക്കെ പരിശോധിക്കുന്നത് പരിവാഹനം എങ്ങനെ വന്നു എന്നുള്ളത് KSRTCക്കാർ അന്വേഷിക്കും. അത് KSRTCയുടെ മന്ത്രി CP ജോണിനോട് ഞാൻ സംസാരിക്കാം. അതൊന്ന് പരിശോധിക്കാം. വേറെ ചെയ്യാൻ പറ്റില്ല. അതേപോലെ കമ്പനിയാണ് എൻട്രി. വണ്ടി രജിസ്റ്റർ ചെയ്യുമ്പോൾ കമ്പനിയാണ് എൻട്രി ചെയ്തത്. കാർ വാങ്ങിച്ചാലും സ്കൂട്ടർ വാങ്ങിച്ചാലും ഒക്കെ അങ്ങനെ. ഇല്ല ബില്ല് തരുന്ന പൈസ മാത്രമേ KSRTC കൊടുക്കും. അതെന്തിന് എൻട്രി ചെയ്യുമെന്ന് നമുക്കറിയില്ല. അത് അവരോട് ചോദിക്കും. അത് അവർ തെറ്റുപറ്റിയെങ്കിൽ അവരോട് ചോദിക്കും. KSRTC ടെൻഡർ വിളിച്ച വണ്ടി വാങ്ങിച്ചിട്ടുള്ളൂ, ഒരു പൈസ കൂടുതൽ കൊടുത്തിട്ടില്ല. ഈ പറയുന്നത് ശരിയാണ്. KSRTC തെറ്റാണ്. KSRTC എക്സ്ചക്കറിന് എത്ര രൂപ പോയിട്ടുണ്ടോ അതുകൂടെ നോക്കണം. KSRTC എത്ര രൂപ ബില്ല് മാറി കൊടുക്കും. ആ വാർത്ത തെറ്റാണ്. വാർത്ത തെറ്റ് തന്നെയാണ്. അതിന് ഞാൻ സംശയം. വാർത്ത തെറ്റ് തന്നെ. KSRTC ഒരേ ദിവസം 2 വിലയ്ക്ക് വണ്ടി വാങ്ങിച്ചു. സ്പ്രിംഗ് സസ്പെൻഷനുള്ള വണ്ടിക്ക് വില കുറവും മറ്റേ കൂടുതലും തന്നെയാണ്. 2 വണ്ടിയുടെ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. ആ വണ്ടി ഞാൻ പരിശോധിച്ചു. ആ 2 വണ്ടി ആ വീഡിയോ കാണിച്ച വണ്ടിയുടെ ഫോട്ടോ നമ്പർ ഞാൻ പരിശോധിച്ചു. പിന്നെ അത് നിങ്ങളത് ചോദിക്കേണ്ട ഒരു മന്ത്രിയോടല്ല. നിങ്ങൾ അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ KSRTC CMDയോട് ചോദിക്കാം. അല്ല ഞാൻ ചോദിക്കുന്നത് മന്ത്രിയുടെ ചുമതലയാണ്. KSRTCയുടെ ഹെഡ് ഓഫീസിൽ അടക്കുന്ന കാര്യം മന്ത്രിയാണെന്ന് നോക്കുന്നത്. അല്ലല്ലോ എല്ലാ ദിവസവും അവിടെ വരുന്ന ബില്ലെല്ലാം പിന്നെ മന്ത്രിയാണെന്ന് നോക്കുന്നത്. വണ്ടിയുടെ ഇന്ത്യൻ നമ്പർ വരെ നോക്കണം. വണ്ടിയുടെ എഞ്ചിൻ നമ്പർ എന്ന് മന്ത്രിക്ക് നോക്കാം. നിങ്ങളെ വീഡിയോ കാണിച്ചു. വീഡിയോ കണ്ടപ്പോൾ അതിനകത്ത് നമ്പർ എടുത്തു. ആ നമ്പർ നോക്കിയപ്പോൾ സൂപ്പർ ഫാസ്റ്റ് ആണ്, അത് എയർ സസ്പെൻഷൻ. മറ്റേ സ്പ്രിംഗ് സസ്പെൻഷനാണ്, വില കുറവാണ്. പിന്നെ ഞാൻ അവരോട് അന്വേഷിച്ചപ്പോൾ അവിടുത്തെ കൊടുത്ത വിലയുടെ കാര്യം ചോദിച്ചു. ഇന്ന വിലയ്ക്കാണ് വാങ്ങിച്ചത്. ഈ നിങ്ങൾ പറയുന്ന വിലയ്ക്ക് ഒരു വണ്ടിയും KSRTC വാങ്ങിച്ചിട്ടില്ല എന്ന് അവർ പറഞ്ഞു. അതിൽക്കൊള്ളും ഇവരാവശ്യമായിട്ട് നോക്കുക. അപ്പോൾ കറക്റ്റ് അറിയാം. അവിടെ നിൽക്കട്ടെ. വാഹനമാണെങ്കിൽ വാഹനമെന്നൊക്കെ പറയണം. ഇപ്പോൾ ഇവിടെ വന്നിരുന്ന എല്ലാവരും കേൾക്കുമ്പോൾ അത് വാഹനീന്ന് ഞങ്ങൾക്ക് കിട്ടിയാണെന്ന് പറഞ്ഞാൽ അതൊക്കെ അങ്ങ് ആ വിലയൊന്നും വേണ്ട. പ്രസിദ്ധീകരിക്കുമ്പോൾ സത്യസന്ധത പറയണം. വാഹനം നിന്ന് കിട്ടിയതാണ്. നിങ്ങൾക്കും പരിശോധിക്കാം. നിങ്ങൾക്ക് പരിശോധിക്കാമെങ്കിൽ എനിക്കും പരിശോധിക്കാം. ഇവിടെ ഇരിക്കുന്ന ആർക്കും പരിശോധിക്കാം. ഏത് പബ്ലിക്കിനും പരിശോധിക്കാം. അദ്ദേഹം തന്നെ പറയുന്നു രജിസ്റ്റർ ഓണറുടെ പേരല്ല വേറെ ഒന്നും കിട്ടത്തില്ല എന്ന്. വേറൊരാൾ നോക്കിയാൽ തേർഡ് പാർട്ടി നോക്കിയാൽ ആരാണ് ഈ വണ്ടിയുടെ രജിസ്റ്റേർഡ് ഓണെന്ന് അറിയാൻ പറ്റും. ഇല്ല കമ്പനി എൻട്രി ചെയ്യുന്നൊന്നും കാണാൻ പറ്റത്തില്ല. അത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാർ കാണാൻ പറ്റുമായിരിക്കും. എൻ്റെ അറിവിൽ വാഹനം കയറി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇന്ന ആളുടെ ഈ വണ്ടിയുടെ നമ്പർ ആരാ ഉടമസ്ഥൻ എന്നത്, അവരുടെ അഡ്രസ്സ് എന്താണ്, അഡ്രസ്സ് ഒന്നും അറിയാം. അല്ലാതെ ഫൈൻ ഉണ്ടോ എന്ന് നോക്കണമെങ്കിൽ പോലും നിങ്ങൾ നോക്കണം. ഞാൻ എൻ്റെ വണ്ടിയുടെ ഫൈൻ ഞാൻ തന്നെ നോക്കും. വേറെ ആൾ നോക്കി കാണാം. അങ്ങനെയൊന്നും കാണാൻ പറ്റത്തില്ല. അത് നിങ്ങൾ എൻട്രി എന്ന് പറയുന്നതല്ലാതെ അതിൻ്റെ രേഖകൾ കാണിക്കും. ഇപ്പം നിങ്ങൾ കാണിച്ചിരിക്കുന്ന ഈ രേഖ, നിങ്ങൾ ഈ കാണിച്ച രേഖ എവിടെ നിന്ന് കിട്ടി? അല്ല സുഹൃത്തെ, ഈ കാണിച്ചിരിക്കുന്ന ഈ രേഖ എവിടെ നിന്ന് കിട്ടി? ഈ സാധനം എവിടെ നിന്ന് കിട്ടി? ഇതിനകത്തുള്ളൊരു പ്രിൻ്റ് ഔട്ട് ഉണ്ടല്ലോ, അതാരാ തന്നെ? അല്ല ഇതാരാ തന്നെ?
ഇതാരാ തന്നെ ഇതാരാ ഈ വക ഫോർമാറ്റൊന്നും KSRTC ഇല്ല എൻ്റെ അറിവിൽ. അതാരാ ഇത് വാഹനത്തിലും ഇല്ല. ഇതാരാ ചെയ്ത് ഈ വ്യാജരേഖ ആരാ ചമച്ച് തന്നത്? ഓരോ ബില്ല് എടുത്ത് അതിന്റെ അടിസ്ഥാനത്തിൽ ഈ വ്യാജരേഖ ചമച്ചതും കൂടി അല്ല മുഖ്യമന്ത്രിയോട് അന്വേഷണത്തിന്. അപ്പോൾ ഈ വ്യാജരേഖ ചമച്ച കൂടെ ഒന്ന് പറയണം. വ്യാജരേഖ ചമച്ചത് പറയണം. പിന്നെ ഈ പേനയുടെ കാര്യം പറഞ്ഞു, അത് ഓർത്തോളൂ. പേന വെച്ചൊന്ന് ഉദാഹരണം പറഞ്ഞ് പഠിക്കരുത് കേട്ടോ. കൃത്യമായ രേഖകൾ സമർപ്പിക്കാൻ ഞങ്ങളുടെ കയ്യിൽ ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ലല്ലോ. വേറെ ഒന്നും ഇല്ല. കൃത്യമായ രേഖയായിട്ട് വരും. അത് വന്നോട്ടെ. വന്ന രേഖയ്ക്ക് മറുപടി പറഞ്ഞു. സൗജന്യ യാത്ര നല്ല കാര്യമല്ല, എല്ലാവർക്കും കൊടുക്കണം. സൗജന്യ യാത്ര ഒരു ഗവൺമെൻറ് അധികാരത്തിലെത്തുമ്പോൾ അവരതിനു വേണ്ടി ചില കാര്യങ്ങൾ ഓഫറുകൾ ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കും. പ്രകടന പത്രിക, അപ്പോൾ അവരുടെ ഗ്യാരണ്ടികൾ അത് നടപ്പിലാക്കാൻ അവർ ബാധ്യസ്ഥരാണ്. അത് സ്ത്രീകൾക്ക് സൗജന്യം കൊടുത്ത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം കൂടെ ഉണ്ട്, കുഞ്ഞുങ്ങൾക്ക് കൂടി പെൺകുഞ്ഞുങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ ഒരു സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടിയും ആൺകുട്ടിയും ബസ്സിൽ കയറുമ്പോൾ പെൺകുട്ടിയിൽ നിന്ന് വാങ്ങാതിരിക്കുക, ആൺകുട്ടിയിൽ നിന്ന് വാങ്ങുന്നത് സങ്കടകരമാണ്. അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ പുരുഷന്മാർക്ക് കൊടുക്കുന്നത് ഞാൻ പറയുന്നില്ല, കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ അവർ ആൺകുട്ടികൾ പെൺകുട്ടികൾ വ്യത്യാസം വയ്ക്കാതെ സ്കൂൾ കുട്ടികൾക്ക് പൂർണ്ണമായ കൺസെഷൻ കൊടുക്കണം. പിന്നെ ഈ സിറ്റിക്കകത്ത് ഇന്നിപ്പോൾ കണ്ടിപ്പോൾ ഞാനിങ്ങോട്ട് വരുമ്പോൾ റിപ്പോർട്ടർ ചാനൽ കണ്ടിരുന്നു, അതിൽ പറയുന്നത് കൂടുതലും ഫാസ്റ്റാക്കി മാറ്റിയെന്നാണ്. ഈ സിറ്റി ഫാസ്റ്റ് ഇലക്ട്രിക് ബസ്സിൽ സിറ്റി ഫാസ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് വരാൻ പാടില്ല. അത് ഒഴിവാക്കി പഴയ പോലെ തന്നെ എത്ര ഓർഡിനറി ഉണ്ടായിരുന്നോ അത്ര ഓർഡിനറി തന്നെ കൊടുക്കണം. കാരണം അത് സ്ത്രീകളൊക്കെ വളരെ പ്രതീക്ഷയോടെ വന്നിട്ട് ഞാൻ റിപ്പോർട്ടർ ചാനൽ കണ്ടു, അവർ വളരെ വിഷമത്തോടുകൂടി പൈസ കൊടുക്കേണ്ടി വരുന്നു എന്ന് പറയാം. അതിന് 60 ഫാസ്റ്റ് ആകുമ്പോൾ വേറെ അപകടം കൂടിയുണ്ട്, കൂടുതൽ പൈസ കൊടുക്കും. അതായത് സ്ത്രീകൾക്ക് ഒരു സ്ഥലത്ത് സൗജന്യം എന്ന് പറയുകയും സിറ്റി ഫാസ്റ്റിലേക്ക് വരുമ്പോൾ അവർ കൂടുതൽ പൈസ കൊടുക്കുകയും ചെയ്യും. അതിപ്പോൾ മാറ്റിയതായിരിക്കണം, കാരണം അതിൻ്റെ വിവരാവകാശം വെച്ച് ചോദിക്കണം. കാരണം മുമ്പ് എത്ര സിറ്റി ഫാസ്റ്റ് ഉണ്ടായിരുന്നു? എൻ്റെ അറിവിൽ ഈ ഇലക്ട്രിക് ബസ്സിൽ സിറ്റി ഫാസ്റ്റ് ഉണ്ടായിരുന്നില്ല. എൻ്റെ മുൻഗാമിയായ ശ്രീ ആന്റണി രാജു ഈ സിറ്റി ഫാസ്റ്റ് ഇലക്ട്രിക് ബസ്സിൽ മുഴുവൻ 10 രൂപയ്ക്ക് കൊടുത്തിരുന്നു, ടൗണിൽ പോകാനായിട്ട്. നേരത്തെ അദ്ദേഹം LDF ഗവൺമെൻറ് കാലത്ത് കൊടുത്തിരുന്നതാണ്. അപ്പോൾ അന്ന് ഇത് ഓർഡിനറി തന്നെയാണ്. എൻ്റെ അറിവിൽ ഈ ഒരു ഇലക്ട്രിക് ബസ്സുകളൊന്നും തന്നെ 150ഓളം ഇലക്ട്രിക് ബസ്സുകൾ ഓർഡിനറി ബസ് തന്നെ ആയിരുന്നു എൻ്റെ അറിവിൽ. ഇനി പിന്നിടയ്ക്ക് വെച്ച് വലിയൊരു മാറ്റമില്ല, ഓർഡിനറി മാത്രമായിരുന്നു. കാരണം ആന്റണി രാജു കൊടുക്കുന്നത് ഓർഡിനറി ബസ് എന്നുള്ളതിലാണ് അദ്ദേഹം 10 രൂപയ്ക്ക് കൺസെഷൻ കൊടുക്കുന്നത്. ആയിരിക്കണം, കാരണം അങ്ങനെ മാറ്റിയതാണ് മാധ്യമങ്ങൾ പറയുന്നത്. അതിൻ്റെ സത്യാവസ്ഥ അന്വേഷിക്കണം. അങ്ങനെ മാറ്റാൻ പാടില്ല ഓർഡിനറി ബസ്സുകളുടെ എണ്ണം. കാരണം ലേഡീസ് ഏത് വണ്ടിയിൽ കയറിയാൽ ഇപ്പം മുഖ്യമന്ത്രി തന്നെ പറയുന്നുണ്ട് ഫാസ്റ്റ് പാസഞ്ചറും സൂപ്പർ ഫാസ്റ്റ് അടക്കമുള്ളതിലേക്ക് ബാധിപ്പിക്കും എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ആകുമ്പോൾ ഈ ഒരു കുത്തരിയിൽ കല്ല് കടിക്കാതിരിക്കാൻ വേണ്ടി ഈ ഫാസ്റ്റ് എന്നുള്ള ശിഖരങ്ങളൊക്കെ മാറ്റുന്നതായിരിക്കും നല്ലത് സിറ്റിയിൽ പോകുന്നവർക്ക്. പക്ഷേ ഇതിനൊരു സാമ്പത്തികവും സാമൂഹികമായൊരു ഇമ്പാക്റ്റ് ഉണ്ട്. അത് നമ്മൾ ചിന്തിക്കേണ്ടത്. പ്രൈവറ്റ് ബസ്സുകളെ കുറിച്ച് മാത്രമാണ് നമ്മൾ പറയുന്നത്. പക്ഷേ അപകടകരമായൊരു വാർത്തയുണ്ട്, നമ്മൾ ചിന്തിക്കണം. തിരുവനന്തപുരത്താണ് ആദ്യം ഓട്ടോറിക്ഷ ഉണ്ടാകുന്നത്, പിന്നീടാണ് കോഴിക്കോടേക്ക്. ആദ്യത്തെ ഓട്ടോറിക്ഷ തിരുവനന്തപുരത്താണ്. ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളികൾ കേരളത്തിലെമ്പാടും വലിയ അപകടത്തിലേക്ക് പോകും. അതുകൊണ്ട് ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഓട്ടോറിക്ഷക്കാരുടെ ടാക്സ് ഒഴിവാക്കി കൊടുക്കണം. ഓട്ടോയുടെ ഡീസൽ അടിക്കുന്ന, പെട്രോൾ അടിക്കുന്ന, ഗ്യാസ് അടിക്കുന്ന സെസ് ഗവൺമെൻറ് ബഡ്ജറ്റിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ഒഴിവാക്കി കൊടുക്കണം. കാരണം ഓട്ടോറിക്ഷക്കാരുടെ കാര്യം വലിയ അപകടത്തിലേക്ക്. നമ്മൾ ചിന്തിക്കാത്ത പ്രൈവറ്റ് ബസ്സിനെ കുറിച്ച് നമ്മൾ പറയുന്നത് അവർ സംഘടനകൾ രംഗത്തുണ്ട്. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരു ഓട്ടോറിക്ഷ ഒരു തൊഴിലായി സ്വീകരിച്ച് ജീവിക്കുന്ന ഒരു ഓട്ടോറിക്ഷക്കാരനെ ഇതെങ്ങനെ ബാധിക്കുമെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി, അദ്ദേഹം ഒരു പ്ലാനിംഗ് ബോർഡിലെ ഒരു വിദഗ്ധനായ ഒരാളായിരുന്നു, പ്ലാനിങ്ങിലൊക്കെ വളരെ പരിചയസമ്പത്തുള്ള ആളാണ്. അപ്പോൾ അതുകൂടി കേരളത്തിലെ പല പദ്ധതികളുടെയും പുറകിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം തീർച്ചയായിട്ടും അതുകൂടി പരിശോധിക്കണം. CP ജോൺ അതുകൂടി ഒന്ന് പരിശോധിക്കണം. കാരണം സോഷ്യൽ ഇമ്പാക്റ്റ് പരിശോധിക്കുമ്പോൾ ഓട്ടോറിക്ഷക്കാർക്ക് എന്ത് അപകടം സംഭവിക്കും എന്ന് ചിന്തിക്കേണ്ടിയിരിക്കും. കാരണം എല്ലാ സ്ഥലത്തും സ്ത്രീകളാണ് കൂടുതൽ ഓട്ടോറിക്ഷ ഉപയോഗിക്കുന്നത്. ആ ഓട്ടോറിക്ഷയിൽ നിന്ന് ആളുകൾ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് എന്താണ്?